ഉത്തരാഖണ്ഡിലെ രൂപ്കുണ്ട് സ്കെലിട്ടൺ ലേക്കിൽ കാണപ്പെടുന്ന 800-ൽ കൂടുതൽ തലയോട്ടി തകർന്ന മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾക്ക് പിന്നിലൊരു വലിയ ശാപമാണ് എന്ന് പറയപ്പെടുന്നു. തലമുറകൾ പോലും അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരിക്കും? പതിറ്റാണ്ടുകൾ വ്യത്യാസത്തിലുള്ള പല കാലങ്ങളിൽ പെടുന്ന മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ആ തടാകത്തിൽ എങ്ങനെ എത്തിയെന്ന് ശാസ്ത്രത്തിന് പോലും കൃത്യമായൊരു വിശദീകരണം പറയാൻ സാധിക്കാത്ത സമയത്ത് വിശദീകരിക്കപ്പെടുന്നത് ഒരു ശാപത്തിന്റെ കഥയാണ്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കനൌജിലെ രാജാവായിരുന്ന രാജ ജസ്തവലും അദ്ദേഹത്തിന്റെ ഗർഭിണിയായ രാജ്ഞി റാണി ബൽബയും സംഘവും ഹിമാലയത്തിലെ നന്ദാദേവി തീർത്ഥാടനത്തിന് പോയ സമയം. രാജാവ് സന്തുഷ്ടനായിരുന്നു, പക്ഷെ ഗർഭിണിയായ രാജ്ഞി വിഷമത്തിലും. അതിന് കാരണം രാജാവും. ആചാരങ്ങൾ ലംഘിച്ചും ആഡംബരം കാണിച്ചും നർത്തകിമാരെ കൂട്ടിയുമാണ് രാജാവ് ആ യാത്ര ചെയ്തത്. ഇതിൽ കോപിഷ്ഠയായ നന്ദാദേവി അവരെ ശപിച്ചതായി പറയുന്നു. ആ ശാപത്തിൽ ആകാശം കരിങ്കല്ലുകൾ പോലെ കഷണങ്ങളായി അവർക്ക് മേലെ പതിച്ചതായി പറയപ്പെടുന്നുണ്ട്. രാജ്ഞി ഒഴികെ എല്ലാവരും അതിൽ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഗർത്തമാണ് തടാകമായി മാറിയത് എന്നും അതിനുശേഷം ഗർഭിണിയായ രാജ്ഞിയെ ആരും കണ്ടിട്ടില്ല എന്നുമാണ് നാട്ടുകാർ ആ സംഭവത്തെക്കുറിച്ച് പാടുന്ന നാടൻ പാട്ടിൽ പറയുന്നത്. നന്ദാദേവിയുടെ ശാപത്തിൽ ആകാശം തകർന്ന് രാജാവും സംഘവും മരണപ്പെട്ടു എന്നത് ഒരു പുരാണ കഥയായി തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ശാസ്ത്രം കണ്ടെത്തിയ ചില തെളിവുകൾ കൂടിയാവുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതായത് രാജാവും സംഘവും എന്തോ കാരണം കൊണ്ട് മരണപ്പെട്ടു, അതിനോട് ചേർന്ന് ചില ശാപകഥകൾ പാടി നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെഡിറ്ററേനിയൻ വംശജർ എങ്ങനെയാണ് ഹിമാലയത്തിലിരിക്കുന്ന ഈ ഒരു തടാകത്തിലേക്ക് വന്നെത്തിയത്? അവരും 9-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട രാജാവും സംഘവും മരണപ്പെട്ടത് പോലെ തന്നെ തലയോട്ടി തകർന്ന് മരണപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? ഇനി അതിലൂടെ സഞ്ചരിക്കുന്നവരെ എല്ലാവരെയും നന്ദാദേവിയുടെ ശാപം പിന്തുടരുന്നുണ്ടാവുമോ? അവരൊക്കെ ആ രീതിയിൽ തന്നെ മരണപ്പെടും എന്നാണോ പറഞ്ഞു വരുന്നത്?